ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം പ്രഥമനാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. പഴം പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 നേന്ത്രപ്പഴം വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 തേങ്ങയുടെ 1/4 പാലും 2/2 പാലും വേണം. പിന്നെ ഞാൻ ഇതിലേക്ക് 7 വലിയ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചെറിയരി വേവിച്ച് വെച്ചിട്ടുണ്ട്. പായസത്തിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കാം. ഇതൊന്ന് ചൂടായാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായാലാണ് നമുക്കിതിലേക്ക് നേന്ത്രപ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വരട്ടിയെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നെയ്യും പഴമൊക്കെ നല്ലപോലെ മിക്സ് ആകുന്നവരെ ഇത് വരട്ടിയെടുക്കണം. ഇപ്പം നെയ്യും പഴമൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് വേണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ പകുതി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പഴവും ശർക്കരപ്പാനിയൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരണം. എന്നിട്ടാണ് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചെറിയരി ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചെറിയരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നാലാണ് നമുക്ക് ഇതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ പായസം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പായസത്തിലേക്കുള്ള തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ടൊരു പാനിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്നായാലും ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൻ്റെ കൂടെ 4 ഏലക്കായും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ടിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.